വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ആണ്, നമ്മളിപ്പോൾ ഈവനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് 6:45 കേട്ടോ. അപ്പോൾ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. നമുക്കിനി വിളക്ക് വെക്കണം. വിളക്ക് വെക്കാനുള്ള സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിളക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നാമൊക്കെ ചൊല്ലിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. ശിവമോദ കല്യാണം ആരോഗ്യം സുഖസമ്പദ ദ്വേഷബുദ്ധി വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതി ജനാർദ്ദന ദീപോ ഹരിതമോ പാപം ദീപജ്യോ നമോസ്തുതേ. ദീപം ദീപം ഇതേ. അപ്പോൾ നമ്മൾ പുറത്തത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഇനി കുറച്ച് നേരം ടി വി ഒക്കെ വെച്ചിട്ട് പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നമ്മളിന്ന് സിനിമയാണ് കേട്ടോ കാണാൻ പോകുന്നത്, ഗരുഡൻ. ഞാൻ മുന്നേ കണ്ടിട്ടുള്ള ഫിലിമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഒന്നും കൂടി. അപ്പോൾ നമുക്കിനി ഗരുഡൻ കാണാം കേട്ടോ കുറച്ച് നേരം. അപ്പം ഞാൻ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ കാണുന്നത്. കുട്ടികളാണെങ്കിൽ തറവാട്ടിൽ പോയിരിക്കുകയാണ്, അപ്പുറത്താണ്, ഇതുവരെ വന്നിട്ടില്ല. ഏട്ടനാണെങ്കിലും ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് കൊണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കളിയും സംസാരമൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ ചെറിയ ആളാണെങ്കിൽ ഭയങ്കര കൊഞ്ചലാട്ടോ. അപ്പോൾ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിന്ന് ചിക്കൻ ഫ്രൈ വെക്കാനുണ്ട്. അപ്പോൾ അതേ ഞാനത് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാനായിട്ട്. പിന്നെ ഇന്ന് നമുക്ക് ചെമ്മീൻ മുളകിട്ടതാണ്. അപ്പം ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അമ്മ ഒന്ന് കളിച്ച് കാണിച്ചു തരാം കേട്ടോ. അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കുട്ടികൾക്ക് ഞാൻ ചെറിയ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് മാത്രമായിട്ട് എരിവില്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുക്കാനായിട്ട്. ചെറിയ ആളാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. മൂത്ത ആൾ തറവാട്ടിൽ നിന്ന് കഴിച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കഴിക്കുന്നില്ല പറഞ്ഞു, വിശക്കണില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കാൻ പോവുകയാണ്. ചെറിയ കുട്ടിക്കാണെങ്കിൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പു എന്നാണ് പേര്. അപ്പോൾ അതെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സദാസമയം തന്നെ പരിപാടി കേട്ടോ. രണ്ടുപേരും കൂടി സർക്കസ് കാണിച്ച് എനിക്ക് പേടിയാണ്. കഴുത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ വെച്ചിട്ട് പേടിയാണ്. അപ്പോൾ അവർക്ക് ചോറൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഫുഡ് വിളമ്പിക്കോളാൻ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് എടുക്കാനായിട്ട് അടുക്കളയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചോറ് എടുക്കാമെന്ന് ഓരോയ്ക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ അവൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, അവനും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷമാണ് അവന് കൊടുക്കാറുള്ളത്. എല്ലും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മീനിൻ്റെ മുള്ളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടാണ് കൊടുക്കാറ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മുന്നേ കൊടുക്കും കേട്ടോ. അവൻ ഭയങ്കര ബഹളമാണെങ്കിൽ മുന്നേ കൊടുക്കും, ലേറ്റ് ആവുകയാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ കേട്ടോ. ചെമ്മീൻ മുളകിട്ടതുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഞാനപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു.
പിന്നെ ഏട്ടൻ അപ്പോഴേക്കും ഒരു കോളൊക്കെ വന്നു, അതുകൊണ്ട് ഏട്ടൻ കോൾ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഇതേ കൈ കഴുകാനൊക്കെ പോയിട്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യേ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് കഴിക്കണത്. അപ്പോൾ ഇതേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഈ സമയത്താണ് കേട്ടോ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ ഇന്നത്തെ കാര്യങ്ങളും അങ്ങനെ എല്ലാം സംസാരിക്കുന്നത് ഈ ഒരു ഡിന്നർ ടൈമിലാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ. അങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിക്കാൻ അങ്ങനെ അറിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കഴിക്കലെല്ലാം കഴിഞ്ഞു. ഞാൻ ഓരോന്ന് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പാത്രങ്ങൾ കഴുകണം. ഓരോൻ്റെ ക്ഷമ കെട്ടുണ്ട് കേട്ടോ, അവൻ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ വേഗം തന്നെ അവന് ഫുഡ് എടുക്കാം. അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അവൻ എന്നാ പറയാറുള്ളത്, പക്ഷെ അത് പെണ്ണാണ് കേട്ടോ. ഓരോ ബേബി നമ്മുടെ പെൺകുട്ടിയാണേ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അടിച്ചു വാരണം. അങ്ങനെ അടുക്കള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അതിന് ഡൈനിങ് ടേബിൾ തുടച്ചു. അതിന് ശേഷം നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ അപ്പൊക്കെ ഉറങ്ങാനുള്ള ഇതിലാണ്. അമ്മു ഉറങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു വന്ന് നോക്കിയതാണ് മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ. മഴ ജസ്റ്റ് ചാറുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ. ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ടി വി ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നൈറ്റ് റൂട്ടീൻ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.